നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ഓം ശ്രീ ഗണേശായ നമ. ഓം ഗുരുഭ്യോ നമ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജ്യോതിശാസ്ത്രത്തിന്റെ ദിവ്യ പ്രകാശവുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 മെയ് മാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങൾ നിറയുന്ന ഒരു മാസമാണിത്. സൂര്യന്റെ സ്ഥാനം, ചൊവ്വയുടെ സംക്രമണം, ബുധന്റെ ഗതി, ശുക്രന്റെ അനുഗ്രഹം, ഇവയെല്ലാം ഓരോരുത്തരുടെയും ജാതകത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നതാണ്. ഇന്ന് നാം പരിശോധിക്കുന്നത് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധനം, തൊഴിൽ, ആരോഗ്യം, വിവാഹം, യാത്ര, കുടുംബകാര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫലപ്രവചനമാണ്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണിന മനോരഥൈ. പരിശ്രമിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സിദ്ധിക്കുകയുള്ളൂ. മേടക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസം സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ്. മുമ്പ് നടത്തിയ പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കാണാൻ തുടങ്ങും. വിദ്യാഭ്യാസ രംഗത്ത് വിജയമുണ്ടാകും. പരീക്ഷകൾ, മത്സരങ്ങൾ എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലുമായി ബന്ധപ്പെട്ട അലച്ചിലും ബുദ്ധിമുട്ടുകളും ഓട്ടപ്പാച്ചിലും കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം. ലാഭമൊക്കെ പൊതുവെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവ് വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ തലവേദന, കണ്ണ് തുടങ്ങിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹ ചർച്ചകളൊക്കെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അല്പം മാറ്റിവെക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല. പരിഹാരമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി ഇടവക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശുഭസ്യ ശീക്രം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ശുഭകാര്യങ്ങൾ വേഗം വരുന്നതാണ്. മെയ് മാസം എന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉയർച്ചയും സാമ്പത്തിക നേട്ടവും നൽകുന്ന മാസമാണ്. മുടങ്ങിയ ജോലികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും. നിക്ഷേപങ്ങളിൽ നേട്ടമുണ്ടാകും. വിവാഹാലോചനയൊക്കെ നടത്തുന്നവർക്ക് നല്ല യോഗമുണ്ടാകും. ശുക്രന്റെ വിശേഷിച്ചുള്ള ബലം കൊണ്ട് ആഡംബര കാര്യങ്ങളിൽ വർധനവുണ്ടാകും. കുടുംബ ബന്ധമൊക്കെ കൂടുതൽ മധുരതരമാകും. കൂടുതൽ ഗുണഫലങ്ങൾക്കായി വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി പൂജ നടത്തുക. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാധനം സർവധനാത് പ്രധാനം എന്നുള്ള വാക്കാണ് പറയാനുള്ളത്. മിഥുനക്കൂറുകാർക്ക് മെയ് മാസം അവസരങ്ങളുടെ ഒരു സമയമാണ്. തൊഴിലിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന പണങ്ങളൊക്കെ തിരികെ കിട്ടാം. പൊതുവെ ബുദ്ധിശക്തി കൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും തൊഴിൽ സ്ഥലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സമ്മർദ്ദങ്ങളൊക്കെ നിയന്ത്രിക്കുക. കാലാവസ്ഥജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രണയത്തിനും വിവാഹത്തിനും അനുകൂല സമയം കൂടിയാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ധൈര്യം സർവത്ര സാധനം. കർക്കിടകക്കൂറുകാർക്ക് ധൈര്യമാണ് ഈ മാസം എല്ലാത്തിലും പ്രധാനമായിട്ടുള്ളത്. മെയ് മാസം കർക്കിടകക്കൂറുകാർക്ക് പുരോഗതിയുടെ മാസം തന്നെയാണ്. സൂര്യന്റെ ശക്തി കൊണ്ട് എല്ലാ പരിശ്രമങ്ങളും വിജയിക്കുന്നതാണ്. മുതിർന്നവരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും. പണം ലഭിക്കാനുള്ള സൂചനകളും വന്നു ചേരും. എന്നാൽ കോപം നിയന്ത്രിക്കുക. വാഹനം കൈകാര്യം ചെയ്യുന്നതും ശ്രദ്ധിക്കുക. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് കുടുംബസ്നേഹം വർദ്ധിക്കുന്നതാണ്. ഇനി ചിങ്ങക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സിംഹസ്യ ക്രിയതയെ രാജ്യം, അതായത് സിംഹത്തിന് രാജയോഗം എന്നുള്ളത് സ്വതവേ ഉള്ളതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസം തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാം. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാം. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ നിക്ഷേപങ്ങളൊക്കെ ഉത്തരവാദിത്വമില്ലാതെ നടത്തുന്നത് സൂക്ഷിക്കുക. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. പ്രണയ വിവാഹത്തിനും പൊതുവെ വിവാഹാലോചനകൾ നടക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ജ്ഞാനം പരമബലം, അറിവ് അഥവാ ജ്ഞാനമാണ് മഹാശക്തി. കന്നിക്കൂറുകാർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്ന മാസമാണ്.
പഠനവും മികച്ച നിലവാരത്തിൽ എത്തുന്ന മാസമാണ്. കന്നിക്കൂറുകാർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം വരും. യാത്രകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാം. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തികമായി പൊതുവെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ അമിതമായി ചിന്തിക്കുന്നത് ഒഴിവാക്കുക. മാസാവസാനമാകുമ്പോഴത്തേനും കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സമത്വം, യോഗ, ഉച്ചത എന്ന വാക്ക് നമുക്ക് പറയാം. തുലാരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ് ഇത്. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക, ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുക, പഠന രംഗത്ത് നേട്ടമുണ്ടാകുന്നതാണ്. യാത്രകൾ മൂലം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ധനം കടം കൊടുക്കാതിരിക്കുക, സമ്മർദ്ദങ്ങളൊക്കെ പൊതുവെ ഒഴിവാക്കുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സ്നേഹേന ബദ്ധ്യതേ ലോകഃ എന്നാണ്. അതായത് സ്നേഹമാണ് ലോകത്തെ ബന്ധിപ്പിക്കുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് ഇത് ബന്ധങ്ങളുടെ മാസമാണ്. പങ്കാളിത്തത്തിൽ നേട്ടമുണ്ടാകാം. ബന്ധങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടാകാം. പ്രശ്നങ്ങളൊക്കെ തീരാൻ തുടങ്ങും. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. ചെലവ് നിയന്ത്രിക്കുക. ഇനി ധനുക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാൻ. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. നിയമം, പരമബലം എന്ന വാക്കാണ് പറയാനുള്ളത്. അതായത് അച്ചടക്കമാണ് ധനുക്കൂറുകാരുടെ മഹാശക്തി. അച്ചടക്കം ഏറ്റവും അനിവാര്യമായിട്ടുള്ള മാസമാണ് കന്നിക്കൂറുകാർക്ക് മെയ് മാസം. തൊഴിലിൽ തിരക്ക് വർദ്ധിക്കാം. സമയ നിയന്ത്രണം പാലിക്കുക. സമയത്തിന് വില നൽകുക. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിരതയും ഉണ്ടാകുന്ന മാസമാണ്. ആരോഗ്യവും ദിനചര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ മെയ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മണ്യേവാധികാരസ്ഥ എന്ന ശ്ലോകത്തെ പറയണം. മകരക്കൂറുകാർക്ക് പൊതുവെ സൃഷ്ടിപരതയും സന്തോഷവും നൽകുന്ന മാസമാണ് ഈ മെയ് മാസം. യാത്രകൾ മൂലം പ്രയോജനങ്ങൾ ഉണ്ടാകാം. കുടുംബവുമായി സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വരും. പുതിയ പുതിയ അവസരങ്ങളൊക്കെ തുറന്നു കിട്ടും. വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും. എന്നാൽ വികാരങ്ങളിൽ അമിത ചിന്തകളൊക്കെ ഒഴിവാക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഗൃഹേ ശാന്തി സുഖസ്യ മൂലം എന്ന് പറയണം. അവർക്ക് ഗൃഹത്തിന്റെ ശാന്തിയാണ് സുഖത്തിന്റെ മൂലകാരണം. അതായത് കുംഭക്കൂറുകാർക്ക് ജീവിതം പ്രധാനമാകുന്ന മാസമാണ്. വിട്ടുപോയ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. കരിയറിൽ സ്ഥിരതയുണ്ടാകും. സാമ്പത്തിക ആസൂത്രണം ഗുണം ചെയ്യും. മറ്റു കാര്യങ്ങളൊന്നും തന്നെ മാറ്റിവെക്കാതിരിക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷായോ, മനസ്സാണ് ബന്ധനത്തിനും മോചനത്തിനും കാരണമാകുക. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ആശയവിനിമയവും യാത്രയും ഒക്കെ നിറഞ്ഞ മാസമാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാം. പഠനകാര്യങ്ങളിൽ നേട്ടമുണ്ടാകാം. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന മാസമാണ്. എന്നാൽ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അശ്രദ്ധവും അലസവും ആലോചിക്കാതെയുമുള്ള തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2026 മെയ് മാസം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത അനുഭവങ്ങളും അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ലഭിക്കുന്ന മാസമാണിത്. ഗ്രഹങ്ങൾ വഴികാട്ടും, പക്ഷേ പ്രവർത്തികൾ മനുഷ്യന്റെ കൈകളിലാണ്. ഉദ്യോഗിനും പുരുഷ സിംഹം ഉപൈതി ലക്ഷ്മി എന്നാണ്. നന്നായി പരിശ്രമിക്കുന്നവരെയാണ് ലക്ഷ്മി ദേവി കടാക്ഷിക്കുക. ഈ വീഡിയോ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഏവരും തുടർന്നും ഋഷിപ്രോക്തം ചാനലിന്റെ ഭാഗമായി നിലനിൽക്കുക, സഹകരിക്കുക. നിങ്ങളുടെ സഹകരണമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.